കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു കുറവുണ്ടായി നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കണം. ഇന്ന് വൈകിട്ട് ആണ്ട് നേർച്ച ഉള്ളത് കൊണ്ട് തന്നെ നാടൊന്ന് റൗണ്ട് അടിക്കുക. നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ക്യൂ ഉണ്ടാവും. എന്നാ പിന്നെ പോയി ക്യൂ നിൽക്കുക, അതായിരുന്നു ഉദ്ദേശം. പിന്നെയാണ് മനസ്സിലായത് നമ്മളെ പോലെ തന്നെ എല്ലാരും നാട് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്യൂ കണ്ടതോടെ ഒരു കാര്യം മനസ്സിലായി, ഈ അടുത്തെങ്ങാനും ബിരിയാണി കിട്ടൂല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചങ്ങായിയെ കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചുള്ളൊരു പ്ലാൻ മാറ്റി. ഓനെ എടുക്കാൻ പോയത് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നോമ്പ് മാസത്തെ എണീക്കുന്ന തന്നെ 6 മണിക്കാണ്. ഓനാണെങ്കിൽ റെഡി ആയിട്ട് പോലും ഇല്ല. ഓനിപ്പോ എണീറ്റത് കൊണ്ട് തന്നെ ഓൻ വരുന്നില്ല എന്നുള്ള ഉത്തരം കിട്ടിയോണ്ടാണ് നമ്മള് നേരെ ക്യൂവിലേക്ക്. ഇത്രയും വലിയ ക്യൂ ഒക്കെ നിന്നിട്ട് ഈ ബിരിയാണി കിട്ടിയതിന് ശേഷമുള്ള മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ SLC പാസ്സായ സമയത്ത് പോലും ഇത്ര സന്തോഷം കാണൂല. ഇവിടെ ഈ ക്യൂവില് ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷാണ്. ഈ ക്യൂ എങ്കിലും കറക്റ്റ് നിൽക്കുന്നുണ്ടല്ലോ, വല്ലാത്ത ജാതി. അങ്ങനെ കിട്ടിയ ബിരിയാണി കൊണ്ട് പോകുമ്പോഴാണ് ഒരാളെ ശ്രദ്ധിച്ചത്. ഇന്നെന്തായാലും ഒരു നോമ്പ് തുറ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റൂല. അവിടെ പോയി എത്തിയതും ഇല്ലാത്ത വിഭവങ്ങളില്ല. കയറി ഇരുന്നപ്പോ തന്നെ ബാങ്ക് വിളിച്ചോന്നായിരുന്നു എല്ലാവരുടെ ഡൗട്ട്. അതിന്റെ ഇടയിലാണ് ഹസീബിന്റെ ഉദ്ഘാടനം. പടച്ചോൻ അറിയാൻ ബാങ്ക് കൊടുത്തോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിയാകുന്നത് കാത്തിരിക്കായിരുന്നു. ഇന്നാണെങ്കിൽ ഹാഷിന്റെ ബർത്ത്ഡേ ആണ്. കേക്ക് മുറിക്കുമ്പോ ആദ്യം തന്നെ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു. കൈകൊട്ടലും കാലുകൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി പാളിപ്പോയി. എന്തായാലും വേസ്റ്റ് ആക്കൂല എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ഇവൻ. അങ്ങനെ 5 പേരിലും പൂർത്തിയാക്കി നിൽക്കുമ്പോഴാണ് ഓന്റെ വരെ. എന്തായാലും സംഗതി പാളിപ്പോയി. ഹക്ക് വന്നെത്തിയതും രണ്ടാൾക്കും ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുത്തിട്ടാണ് ഓൻ പോകുന്നത്. എല്ലാരും പോയെന്ന് ഉറപ്പായപ്പോ ഓൻ വീണ്ടും തിരിച്ചു വന്നു. എല്ലായിടത്തും സൂത്രധാരം ഉണ്ടാവും പറയുന്ന പോലെ ഇവിടത്തെ സൂത്രധാരനാണ് ഇവൻ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ക്യാരം ബോർഡിലേക്ക്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.